ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളിപ്പോ വന്ന വർഷ കാണാനോ അതോ നിരഞ്ജനുമായിട്ട് ചെങ്ങാത്തം കൂടാനോ? അല്ല, ഭീമോളെവിടെ? വർഷയെ ഒന്ന് കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അബോഷനായ ഒരു പെണ്ണിന്റെ അവസ്ഥ മന്ദനച്ചിക്ക് അറിയില്ലല്ലോ. വർഷ ആകെ ടയർഡാ. വിളിച്ചുണർത്തുന്നത് ക്രൂരതയാ. വിളിച്ചുണർത്തുന്നൊന്നുമില്ല, ഒന്ന് കണ്ടാ മാത്രം മതി. എന്തായാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പ്ലീസ്, എന്താ ഇത്? ശല്യം ചെയ്തൊന്ന് പൊയ്ക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ നഷ്ടം സംഭവിച്ചത് വർഷയ്ക്ക് മാത്രമല്ല, എനിക്കും കൂടെ. എന്റെ കുഞ്ഞ, എന്റെ സ്വപ്നം ഇല്ലാതായത്. പ്ലീസ് ഉപദ്രവിക്കരുത്. അനിയത്തിയെ ചേച്ചിക്ക് കാണണമെന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ്. വിക്രം സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ കയറി കണ്ടിരിക്കും. എന്നാ പിന്നെ ഇങ്ങനെ പിടിവാശിയൊന്നും വേണ്ട. നിങ്ങൾക്ക് കയറി കാണാം. വർഷാന്റി, മോളെ, വർഷേ, മോളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എല്ലാം സഹിക്കാനുള്ള ഉൾക്കരുത്തായിപ്പോ നിനക്ക് വേണ്ടത്. അത് മുഴുവനായും പകർന്നു തരാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. നിന്റെ മനസ്സ്, നീ അതിന് പ്രാപ്തയാവണം. കണ്ടില്ലേ, നിങ്ങളുടെ വരവും ആശ്വസിപ്പിക്കലോ ഒക്കെ അവൾക്ക് ശല്യമായിട്ടാ ഫീൽ ചെയ്യുന്നേ. ദയവ് ചെയ്തൊന്ന് ഇറങ്ങിപ്പോണം പ്ലീസ്. പോകാം, പക്ഷേ ഒരാളെ ഇനിയും കണ്ടില്ലല്ലോ. വിക്രമിന്റെ കൂട്ടുകാരൻ നിരഞ്ജൻ. അയാളെവിടെ? നിരഞ്ജൻ എവിടെ പോയി? അത് അവനൊരു കൂട്ടുകാരൻ കാണാൻ പോയിരിക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞാ വരും. ആ, കൂട്ടുകാരന്റെ വീട്ടിലോ? അതെവിടെ? അത് ബാംഗ്ലൂരില്. ബാംഗ്ലൂരിലെവിടെ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അല്ല, അയാൾ എപ്പോഴാ പോയത്? ഇന്നലെ ഈവനിങ്. മോളെ, നീ വിഷമിക്കണ്ട. ചേച്ചി ഉണ്ട് കൂടെ. ഇനി നിനക്കൊന്നും സംഭവിക്കാതെ ഈ ചേച്ചി നോക്കിക്കോളാം.
അല്ല, അയാളുടെ ഫോൺ നമ്പർ ഒന്ന് എടുക്ക്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പ്ലീസ്, എന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളിപ്പോ വന്ന വർഷ കാണാനോ അതോ നിരഞ്ജനുമായിട്ട് ചെങ്ങാത്തം കൂടാനോ? അല്ല, ഭീമോൾ എവിടെ? ജഗ, മോള് മോളെ മോളെ ദീമോളെ ഭീമോളെ, മോളെ. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നിനക്ക് സങ്കല്പങ്ങളൊന്നുമില്ലേ? കുഞ്ഞു പറക്കുന്നതിന് മുമ്പ് അമിതമായ സങ്കല്പങ്ങളൊന്നും പാടില്ലെന്നാ അച്ഛമ്മ പറയുന്നേ. എന്നാലും ഉണ്ടാവുമല്ലോ ഏതൊരു പെണ്ണിനും അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ. ഏട്ടനൊരു സിനിമാ പാട്ട് കേട്ടിട്ടില്ലേ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. കൊട്ടാ